നല്ലോണം സന്തോഷമാണ്. RCM അവിചാരിതമായിട്ട് കേട്ടതാണ്. ഒരു സാലറി വാങ്ങുന്ന ഏതൊരാളെയും സംബന്ധിച്ച് നമുക്കറിയാം, കിട്ടുന്ന ശമ്പളം, വരുമാനം എന്താണെങ്കിലും അത് തികയാതെ വരുന്ന ഒരു അവസ്ഥ. ഒരു 10-ാം തീയതി കിട്ടിയ ശമ്പളം ഒരു 10-ാം തീയതിക്കും 15-ാം തീയതി വരെ പോവില്ല, അതിൻ്റെ ഇടയ്ക്ക് തീരും. അപ്പൊ ഒരു എക്സ്ട്രാ വരുമാനം ആവശ്യമായിരുന്നു. പക്ഷെ അവിചാരിതമായിട്ട് എൻ്റെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള അജയ് സാറാണ് എനിക്ക് ഈ ഒരു RCM പരിചയപ്പെടുത്തി തന്നത്. ഇത് ആ ഒരു പരിചയപ്പെടുത്തി തന്ന RCM കോഴിക്കോട് നടക്കുന്ന വീക്ക്ലി മീറ്റിങ്ങുകളിലേക്ക് ഞാൻ പോയി. സജി സാർ പറഞ്ഞ രീതിയിൽ പോയി. എല്ലാ വെള്ളിയാഴ്ചകളിലും ഹോട്ടൽ കിങ് ഫോർട്ടിന്റെ ഹാളിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കാറ്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർപ്പിൾ വിനോദ് സാറിന്റെ നേതൃത്വത്തിൽ. അപ്പൊ അവിടെ പോയി ഇരുന്ന് കാര്യങ്ങൾ കേട്ടു. എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒന്നുമില്ലായിരുന്നു. കാരണം ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞത് കുറെ തെറ്റായ കുറെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയായിരുന്നു. അപ്പൊ അക്കാര്യത്തിൽ നാം കാര്യങ്ങൾ കേട്ടു പോന്നു. പക്ഷെ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുപ്പ് എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് RCM തുടങ്ങുന്ന സമയത്ത്. കാരണം ഇത് RCM ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഷെഡ്യൂൾഡ് ആയിരിക്കും അയാളുടെ ടൈം. അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് ആ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുടുംബമൊത്ത് TV കാണുന്നതായിരിക്കാം അയാൾക്ക് റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഒരു ചേഞ്ച്, ഒരു മാറ്റത്തിലേക്ക് വരുന്ന സമയത്ത്, കാരണം RCM നമുക്ക് പറയാറുണ്ട്, ഒരു 2 മണിക്കൂറെങ്കിലും RCM ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. പക്ഷെ അയാളുടെ ഷെഡ്യൂൾഡ് ആണ് അയാളുടെ സമയം. ആ ഒരു കാര്യത്തിൽ നിന്ന് RCM-നെ അതിലേക്ക് മാറ്റി വെക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തണം. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ സന്തോഷങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്തോഷം എടുത്തൊന്ന് മാറ്റി വെക്കണം. എന്നെ സംബന്ധിച്ച് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് പുറത്തു പോകണം. എന്നിട്ട് നമ്മളെ കൂട്ടുകാരൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് ആയിരുന്നൊരു കുറെ കാര്യങ്ങൾ സംസാരിച്ച് നമ്മളെ അവിടെ വരാത്ത ആളുകളുടെ അവരെ കുറ്റം പറഞ്ഞ് ആ രീതിയിൽ രാത്രി ഒരു 9:30-10 മണിക്ക് വീട്ടിൽ കയറാം. ഇതായിരുന്നു എൻ്റെ ശീലം. പക്ഷെ പണം വേണം, ഒരു എക്സ്ട്രാ വരുമാനം വേണം മുന്നോട്ട് പോകണമെങ്കിൽ. കാരണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന നമ്മുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ. അവിടെ ഞാൻ ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ആ പുറത്തേക്കുള്ള പോക്ക്, അതായത് ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ പുറത്തു പോകുന്ന ആ ഒരു കാര്യത്തിനെ ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് അവിടെ RCM-ന്റെ മീറ്റിങ്ങുകൾ, അതായത് ഓൺലൈൻ സൂം മീറ്റിങ്ങുകൾ കേൾക്കാൻ തുടങ്ങി. തുടക്കത്തിൽ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു പറിച്ചെടുക്കുന്ന ഒരു വിഷമം ഉണ്ടാവും. ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ കൂട്ടുകാർ വിളിക്കും, എവിടെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിയും. അങ്ങനെ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കാനും സാറ് തരുന്ന ക്ലാസ്സുകൾ കേൾക്കാനും എഴുതി വെക്കാനും, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുന്ന അറിവുകൾ എഴുതി വെക്കാനും ഒക്കെ തുടങ്ങി. അജി സാർ ഇടയ്ക്ക് വിളിക്കും, കാര്യങ്ങൾ സംസാരിക്കാം, മീറ്റിംഗ് തുടങ്ങാനും കയറണം എന്നൊക്കെ പറയും. അങ്ങനെ ആ മീറ്റിംഗ് ഒരു കേൾവിക്കാരൻ എന്നത് മാത്രമായിട്ട് നിന്നു. മീറ്റിങ്ങുകൾ സാറിന് പറയുന്ന മീറ്റിങ്ങുകൾ കേൾക്കുന്നുണ്ട്. അതിപ്പോ അതിൽ ഉപരി നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ നമുക്ക് പഠിച്ചിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ സാറിന്റെ മീറ്റിങ്ങുകൾ കേൾക്കുന്ന സമയത്തും ഒക്കെ നമ്മളെ കോൺഫിഡൻസ് നമുക്കില്ലാതെ നമ്മളിങ്ങനെ നോളജ് വർദ്ധിപ്പിച്ചുകൊണ്ടേ നിന്നു ഓരോരോ പ്രൊഡക്റ്റിനെ പറ്റി. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ സാറിന്റെ ഹോൾ മീറ്റിംഗ് കേൾക്കുന്ന സമയത്ത് തുടർച്ച എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ പോയി അറ്റൻഡ് ചെയ്യായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ RCM ബിസിനസ്സിൽ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ലൈവ് മീറ്റിങ്ങുകൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മുടക്കരുത്. സെമിനാറുകൾ മുടക്കരുത്. നമ്മളെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഉള്ളോട്ട് കയറും, ശരിക്കും കയറും. നമ്മൾ സൂം മീറ്റിംഗുകളിലും ഡബിൾ എഫക്ട് ചെയ്യുന്ന സമയത്താണ് ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ, ലൈവ് മീറ്റിംഗ്. നമ്മൾ കാണുന്ന സമയത്ത് സാറിന്റെ പ്ലാൻ പ്രസന്റേഷൻ കാണുന്നുണ്ട്. അതിൽ അവിടെ വരുന്ന അച്ചീവേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. സ്റ്റേജിൽ കയറുന്ന സമയം അവര് ബിഗിനർ മുതലുള്ള ആളുകൾ ആ സ്റ്റേജിൽ വന്ന് അവരെ ആദരിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഉള്ളിൽ സ്ഥിരമായി കാണുന്ന സമയത്ത് ഒന്ന് എനിക്കും ആ സ്റ്റേജിൽ കയറിയിട്ട് ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മനസ്സിലൊരു ആഗ്രഹമാണ്.
അത് ആ തുടർച്ചയായി മീറ്റിങ്ങുകൾ കണ്ടതിന്, കാരണം ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഈ ഒരു ബിസിനസ്സിൽ എന്നുള്ളത് മനസ്സിലായി. അവിടെ കയറി സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്വയം എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ലേ, എനിക്ക് പറ്റും എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് പിന്നെ സൂം മീറ്റിങ്ങുകൾ ആക്റ്റീവായി, സൂം മീറ്റിങ്ങുകളിൽ കയറാൻ പറ്റി. അപ്പൊ അവിടെ തുടക്കം പലർക്കും ഒരു കേൾവിക്കാരനായി നിൽക്കുകയാണ്, വർഷങ്ങളായിട്ട് കേൾവിക്കാരായി നിൽക്കുകയാണ്. ഒരു കേൾവിക്കാരായി നിന്ന് RCMൽ എന്താണ് നേടുക? നമ്മൾ പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാതെ നേരിട്ടുള്ള വിപണന രീതിയാണ്. ഇവിടെ നമ്മുടെ റോൾ എന്താ? പരസ്യം, അല്ലെ? പ്രൊമോഷൻ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പഠിക്കണം. പഠിച്ച കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ആ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പ്രൊഡക്റ്റിനെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പറ്റണം. അതിന് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങുകൾ എവിടെയാണോ കിട്ടുന്നത് അത് ഒഴിവാക്കരുത്. തെറ്റിപ്പോവും. സാധാരണ നമുക്ക് ഇന്ന് തെറ്റായ ഒരു കാര്യം പഠിച്ചെടുത്ത, ഇപ്പൊ നമുക്ക് വിനോദ് സാർ ആണെങ്കിലും ഏത് ലീഡർ ആണെങ്കിലും തുടക്കത്തിൽ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടാവും. പക്ഷെ തെറ്റിപ്പോകുന്നുള്ള ഭയം കൊണ്ട് നമ്മൾ പിന്തിരിഞ്ഞ് നിൽക്കരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൊഡക്റ്റ് പഠിക്കുക, പ്രൊഡക്റ്റ് പഠിച്ച് ഓരോ ദിവസം ഒരു 3 പ്രൊഡക്റ്റ് എങ്കിലും, അറ്റ്ലീസ്റ്റ് 3 പ്രൊഡക്റ്റ് എങ്കിലും എഴുതി വെച്ച് പഠിച്ച് പ്രസന്റ് ചെയ്യാൻ കേൾക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് സംസാരിക്കുക, സംസാരിക്കാൻ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ സൂം മീറ്റിങ്ങുകൾ കഴിഞ്ഞ് ഒരു ലീഡർ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലാസ് എടുത്തതിനെ പറ്റിയിട്ട് അഭിപ്രായം പറയാം, തീരാ നല്ലതായിരുന്നു എന്നുള്ളത്, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും? നമുക്ക് കോൺഫിഡൻസ് മെല്ലെ വർദ്ധിക്കാൻ തുടങ്ങും. ഞാൻ തുടക്കം ചെയ്തൊരു കാര്യമാണ്. നമ്മൾ അത്തരം കമന്റുകൾ പറയുന്നതിലൂടെ നമ്മൾ മെല്ലെ കോൺഫിഡൻസ് വർദ്ധിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് അവിടെ നമുക്ക് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞ് പഠിക്കാൻ പറ്റും. ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ, അതിലൂടെ നമ്മളെ കോൺഫിഡൻസ് വർദ്ധിക്കണം. ഇന്ന് നമുക്കറിയാം, ഇന്ന് ക്വിക്ക് മണി കിട്ടുന്ന ഒരു വലിയൊരു സംവിധാനം RCMയുടെ സെയിൽസ്. ഇന്ന് ഒരുപാട് സെഗ്മെന്റുകൾ ഉണ്ട്. ഏത് സെഗ്മെന്റുകൾ എടുത്തു വെച്ച് നമുക്ക് ചെയ്യാനും നല്ല മാർജിൻ ഉണ്ട്, നല്ല വരുമാനം ഉണ്ട്. വർഷങ്ങളായിട്ട് സെയിൽസിൽ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു ജോലി പോലെ രാവിലെ ഇറങ്ങി വൈകിട്ട് വരെ സെയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. മിനിമം 25,000 PV എങ്കിലും അവർ ചെയ്തിരിക്കണം, ജോലി പോലെ കാണുന്നു. പിന്നെ നമ്മൾ ഇതിൽ വന്നിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, RCMൽ വന്നത് എന്തിനാണ്? നമുക്കൊരു പാസീവ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്റ്റീവ് ഇൻകം ആണ്. അപ്പൊ നമ്മളെ ബാഗിൽ നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ് വെക്കണം, അതേപോലെ തന്നെ അതിൽ ഓപ്പർച്യൂണിറ്റിയും വെക്കണം. ഓപ്പർച്യൂണിറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ബാഗിൽ എന്ത് വേണം? ആ ഓപ്പർച്യൂണിറ്റി വേണം. ഈ ഓപ്പർച്യൂണിറ്റിയോട് നിങ്ങൾ സെല്ല് ചെയ്യാൻ പഠിക്കണം. പ്രൊഡക്റ്റ് മാത്രം പോരാ. നിങ്ങൾ ഒരു കസ്റ്റമറെ നിങ്ങൾ കണ്ട് ആ പ്രൊഡക്റ്റ് കൊടുത്ത് അവർക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഓപ്പർച്യൂണിറ്റി ഇന്ന് വേറൊരാൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് കാലം ഒരു കസ്റ്റമറെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി പറയാതിരിക്കരുത്. നിങ്ങൾക്ക് ആ കസ്റ്റമർ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്നേക്കുമായി നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും അവരിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ആളിലേക്ക് എത്താനും നമുക്കത് സഹായിക്കും. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി വിൽക്കാൻ നമ്മൾ പഠിക്കണം. പിന്നെ ഡ്രസ് കോഡ്. RCMൽ വന്നു കഴിഞ്ഞാൽ, നമ്മൾ RCMകാരനായി കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് മാനാണ്. നമ്മൾ മാറാൻ തയ്യാറാവണം. ആളുകൾ ആദ്യത്തെ മാറ്റം കാണുന്നത് നമ്മളെ പുറത്തുള്ള നമ്മളെ ഡ്രസ്സിംഗ് ആണ്. നമ്മൾ മാറാൻ തയ്യാറാവണം. പക്ഷെ നോക്കൂ, നമ്മളൊരു അമ്പലത്തിൽ പോകുന്ന രീതിയിലാണോ നമ്മളൊരു ടൂറിന് പോകുന്നത്? അല്ലല്ലോ. അമ്പലത്തിൽ പോകുന്ന ഡ്രസ്സിങ് വേറെ, അല്ലെ? അല്ലെങ്കിൽ ഒരു പുണ്യ സ്ഥലങ്ങളിൽ പോകുന്ന ഡ്രസ്സിങ് വേറെ, നമ്മൾ ടൂറിന് പോകുന്ന വേറെ. അപ്പൊ അത്തരത്തിൽ ഓരോന്നിനും ഓരോ ഡ്രസ് കോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ RCM ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൃത്യമായിട്ടുള്ള ഡ്രസ് കോഡ് നമ്മൾ ധരിക്കുന്നില്ല? ഇപ്പം ഞാൻ കണ്ടുമുട്ടിയ ഒരു പ്രീമിയം കാർ ഒരു സെയിൽസ്മാൻ എന്നോട് പറഞ്ഞത്,
അവർ ഒരു കസ്റ്റമർ അവരുടെ ആ ഷോറൂമിലേക്ക് വരുന്ന സമയത്ത് ആ ഷോറൂമിലേക്ക് അവരെ വരുന്ന സമയത്ത് അവരുടെ മൊത്തം അവർ ആ ഡ്രസ് കോഡ് കാര്യങ്ങൾ ആ കസ്റ്റമർ വരുന്ന അയാൾ ആ വണ്ടി ആ കാറ് പർച്ചേസിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണോ എന്ന് അവരെ സ്കാൻ ചെയ്യും കണ്ണുകൊണ്ട്. അവർ ധരിച്ചിരിക്കുന്ന ഷർട്ടിന്റെ ബ്രാൻഡ്, അവർ ധരിച്ചിരിക്കുന്ന വാച്ച്, അവരുടെ അത് മൊത്തം അവർക്ക് കിട്ടിയ ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിലൂടെ അയാളെ അവർ സ്കാൻ ചെയ്ത് അവർക്ക് ഉറപ്പിക്കാൻ പറ്റും ഏകദേശം അവർക്ക് കിട്ടിയ സ്കില്ലാണ്. അപ്പൊ നമ്മൾ സ്കില്ല് വർദ്ധിപ്പിക്കണം. അപ്പൊ നമ്മളെ ഡ്രസ് കോഡ് വളരെ എന്താ പറയാ നമ്മളെ കോൺഫിഡൻസ് നമ്മൾ സംസാരിക്കുന്നതിൽ വരെയുള്ള കോൺഫിഡൻസ് ആദ്യം വരിക ഏതാണ് ഡ്രസ്സിങ്ങിലാണ്. നമ്മുടെ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചെയ്യാതെ നമ്മൾ പുറത്തിറങ്ങരുത്. അപ്പൊ നമുക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ പലർക്കും പേടിയാണ്. RCM ബിസിനസ് എന്ന് നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരോട് പറയാൻ നമുക്ക് പേടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് അവര് നമ്മളെ കളിയാക്കലുകൾ കേൾക്കാൻ നമുക്ക് തീരെ ഒരു എന്താ പറയാ ഒരാൾ കളിയാക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമല്ല കളിയാക്കലുകൾ. അപ്പൊ ഒരു മാറ്റം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആളുകൾ നമ്മളെ കളിയാക്കും. പല നെഗറ്റീവുകൾ വരും. അപ്പൊ ഈ കളിയാക്കലുകളെ നമുക്ക് നേരിടണം എന്തായാലും. കാരണം നമ്മൾ ഇതിൽ വരുമാനം കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്. നമ്മൾ ഒരാളെ പറ്റിക്കുന്നില്ല, നമ്മളൊരാൾ പണം വാങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ വരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് കളിയാക്കലുകൾ കിട്ടി. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ എന്റെ ജോലിയിൽ നിന്ന് അപ്പൊ ആളുകൾക്ക് അറിയാം ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഞാൻ RCMലേക്ക് മാറുന്ന സമയത്ത് ആളുകൾ എന്നെ കളിയാക്കിയിരുന്നു. എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയിരുന്നു. അവർക്ക് പഴയ പോലെ എന്നെ അവരെ കൂടെ കിട്ടുന്നില്ല. അപ്പൊ അവരെന്നെ കളിയാക്കിയിട്ടുണ്ട്. മുളക് വിൽക്കാൻ പോവാണ്, മല്ലി വിൽക്കാൻ പോവാണ്. പക്ഷെ അവരെ മുന്നിൽ എനിക്ക് തിരിച്ചു കൊടുക്കണമെങ്കിൽ ഞാനിതിൽ വിജയിച്ച് കാണിക്കണം അല്ലേ? പക്ഷെ ഈ വന്ന ആളുകൾ എന്നെ കളിയാക്കലുകൾ തീർച്ചയായിട്ടും ഞാൻ സ്റ്റാർട്ടിംഗ് ലെവലിലാണ് എത്തുന്നത്. അവരെന്നെ കൺഗ്രാജുലേഷൻ ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നെ കളിയാക്കിയ ആളുകൾ. അവിടെ അവരിന്ന് ഞാൻ ഒളിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നും ഞാൻ ആ ഒരു ഒളിച്ചു നിൽക്കൽ തന്നെ ഉണ്ടാവും. അപ്പൊ അവിടെ നെഗറ്റീവുകൾ വരും. പല ആളുകൾക്കും നെഗറ്റീവുകൾ പേടിയാണ്. നിങ്ങളൊരു ബിസിനസ് ആണ് ചെയ്യുന്നത്. ആ ബിസിനസ്സിൽ നിങ്ങൾ ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവുകൾ വരും. പലവിധ നെഗറ്റീവുകളും നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ നെഗറ്റീവുകൾ വരും. ഇവിടെ നമ്മൾ കാണുന്ന ഇന്ന് ഏതൊരു ലീഡർ ആണെങ്കിലും അവര് ഒരു നെഗറ്റീവും ഒരു മനസ്സിലൊന്നും നെഗറ്റീവ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല. അവര് തോറ്റിട്ടുണ്ട്. അവര് തോറ്റ് ജയിച്ച് കയറി വന്നതാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഇപ്പൊ വിനോദ് സാറിനെ കാണുന്നത് സ്റ്റാർ പേൾ വിനോദ് സാർ അല്ലെ? അദ്ദേഹം ഒറ്റയടിക്ക് സ്റ്റാർ പേളിലേക്ക് എത്തിയല്ല. ടീം ഡെവലപ്പ് ചെയ്ത് ആ പെയിൻ അനുഭവിച്ച് നെഗറ്റീവുകൾ കേട്ട് ചിലപ്പോൾ നെഗറ്റീവുകൾ ഉള്ളിൽ നിന്ന് വരും. പക്ഷെ ആ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രാഥമികമായിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ നമുക്ക് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്ലാൻ ആണെങ്കിലും നോളജ് എന്നുള്ളത് അറിവാണ്. ഈ നോളജ് ആണ് നമ്മുടെ നെഗറ്റീവുകളെ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നത്. ഒരു നോളജും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവിനെ ദൂരെ കളയാനുള്ള യാതൊരു മാർഗവും ഇല്ല. അതിന് നോളജ് വേണം. ഞാൻ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണ വേണം. ആ വ്യക്തമായ ധാരണയുള്ള ഒരാളുകൾക്ക് എന്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് വ്യക്തമായ ധാരണയോട് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ നമുക്ക് ഇത്തരത്തില് നമുക്ക് ഇന്ന് ഈ ഏതൊരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്താണെന്നും കൃത്യമായിട്ട് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അത്തരത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് വേണം പോകാൻ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യം ലീഡർഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഏത് ലെവലിൽ എത്തി എന്നുള്ളത് ഒരു കാര്യമല്ല. നിങ്ങൾ ഇപ്പൊ ഞാൻ ബിഗിനർ ആണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ 1 വർഷമായിട്ട് ഞാൻ ബിഗിനറിലാണ് നിൽക്കുകയാണ്. ഇത് ബിസിനസ് ആണ്. എല്ലാവർക്കും ഒരേപോലെ വിജയിച്ച് കയറാൻ പെട്ടെന്ന് പറ്റില്ല. ചില ആളുകൾ കാലെടുക്കും അല്ലെ? നമ്മൾ ചില ആളുകളെ ഫോളോ അപ്പ് ചെയ്യുന്ന നമുക്ക് ജോയിനിങ്ങിലായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് അയാളോട് ഫോളോ അപ്പ് ചെയ്ത് അയാളെ ജോയിനിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചിലർക്ക് ഒരു മാസവും അയാളെ ഫോളോ അപ്പ് ചെയ്യണം. ചിലർക്ക് ഒരു വർഷവും അയാളെ ഫോളോ അപ്പ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ഫോളോ അപ്പ് അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓ ഗുഡ്. കുറെ ആളുകൾ തമ്പിട്ടിട്ടുണ്ട്. വളരെ താങ്ക് യു. അപ്പൊ എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പിന്നിലെ നിങ്ങൾ ലീഡർഷിപ്പ് എന്നുള്ളത് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. അവിടെ നിങ്ങൾ RCM ബിസിനസ്സിൽ ഒരു ഐഡിയ എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഐഡിയ എടുത്തിട്ടുള്ളത് MRPയുടെ മുകളിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്ന് അതായത് 55 രൂപയുടെ ടൂത്ത് പേസ്റ്റ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് നമുക്ക് 43 രൂപയ്ക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഐഡിയ ഇട്ടുള്ളത്. ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ട് നമ്മളെ. ഒരു എന്റർപ്രണർ ആയിട്ടാണ് നമ്മൾ അവിടെ തുടങ്ങുന്നത്. ഒരു സംരംഭകനാണ്.
അപ്പോൾ വലിയൊരു സംരംഭകനായിട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു മെന്റാലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണം. നിങ്ങൾ RCMന്റെ മുന്നേ ആരായിരുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. RCMന്റെ മുന്നേ ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും വലിയ ലെവലിൽ നിന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധാ ജോലികൾക്ക് പോകുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി ഒരു കാര്യം പറ്റി അറിയാത്ത ഒരാളായിരിക്കാം. നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കുക. നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു RCM കാരനാണ്, RCM ബിസിനസ്മാൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ കൂടെ വരുന്ന ആളുകൾ, നിങ്ങളെ ലീഡേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു പോരുക, അത് മാത്രം ചെയ്യാം. എന്നിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തുക. എന്നും ഒരു ലീഡറുടെ കീഴിൽ അവർ പറയുന്നത് കേട്ട് അവർ പറയുന്ന കാര്യങ്ങൾ വേണം. നമ്മളെ ഐഡിയ നമ്മൾ ഉപയോഗിക്കരുത്. നമ്മുടെ ലീഡേഴ്സ് ആരാണോ അപ്ലൈൻ ആണോ അവരുടെ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. എന്നിട്ട് സ്വയം ഒരു ടീമിനെ വളർത്താനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പൊ ഒരാളെ നമുക്ക് ഇപ്പൊ ഒരു ജോയിനിങ്ങിലേക്ക് കൊണ്ടുവരണം, അവർ വീട്ടിൽ പോകണം. അപ്പൊ നമ്മളെ അപ്ലൈൻ ലീഡറെയും കൊണ്ട് നമ്മൾ ആ വീട്ടിൽ പോകുന്ന സമയത്ത് ലീഡർ എന്ത് ചെയ്യും? ആ ഒരു പുതിയ ആളുകൾക്ക് RCMന്റെ പ്ലാനും കാര്യങ്ങളും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടാവും. ഷോ ദ പ്ലാൻ, ദ ഷോ പ്രൊഡക്റ്റ്. നമ്മൾ ഒരുപക്ഷെ അവിടെ വേറെ ഒരാളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു വേദി കൂടിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ആ ലീഡർ കൂടെ ഇരിക്കണം. ലീഡർ എന്താണ് ആ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒപ്പമിരുന്ന് നമ്മൾ പഠിക്കാനുള്ള ഒരു വേദിയാണ്. നമ്മളെ കൂടെ നമ്മളെക്കാട്ടിലും കഴിവുള്ള ആളുകൾ നമ്മളെ കൂടെ വരും. നമ്മളെ കൂടെ വരുന്ന സമയത്ത് ഇനി നമുക്കറിയാം ഡയറക്ട് സെല്ലിങ്ങിന്റെ ഭാവി ഇപ്പം അതിവേഗം നമ്മുടെ ഇന്ത്യയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പൊ വലിയൊരു വിഭാഗം അത് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ ഇവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യം, നിലവിൽ RCM ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഒന്നാമത്. പക്ഷേ അവിടെ ആളുകൾ തെരഞ്ഞെടുക്കാൻ പോകുന്നത് ഒരുപാട് ചോയ്സ് ഉണ്ട് അവർക്ക്. അവിടെ ഏറ്റവും നല്ല നോളജ് ഉള്ള ആള്, ഏറ്റവും നല്ല ഗ്രോത്ത് കാണിക്കുന്ന ആളുകൾ, ഇവരുടെ കൂടെ ആയിരിക്കും ഇനി ഭാവിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ വരാൻ പോകുന്നത്. അവർ നോക്കും എവിടെയാണ് ഏറ്റവും നല്ല ഗ്രോത്ത് നടക്കുന്നത്, ഞാൻ എവിടെ വന്നു കഴിഞ്ഞാലാണ് എനിക്ക് RCM ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയുക. ഈ സ്ഥലങ്ങളിലേക്കാണ് ഈ കുട്ടികൾ വരാൻ പോകുന്നത്. ഇത് തുടക്കം മാത്രമാണ്. നമ്മളൊക്കെ തുടക്കക്കാരാണ്. ശരി, ഈ ഒരു ബിസിനസിന്റെ തുടക്കക്കാരാണ്. ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ RCMലൂടെ വരാൻ പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരാൻ പോകുന്നുണ്ട്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഇതിൽ ക്വിറ്റ് ചെയ്യാതെ നിങ്ങൾ ഇതിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ തുടക്കകാലങ്ങളിൽ നിങ്ങൾ നോളജുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, പ്രസന്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി ഇതിൽ നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക് എത്തിക്കാം. നമുക്ക് നല്ലൊരു ഭാവി, അതായത് ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം, അതായത് RCMലൂടെ അല്ലാത്തൊരു വരുമാനം നിൽക്കുന്ന ഒരു സമയം വരും ഏതൊരു മനുഷ്യനും. അന്ന് നമുക്കൊരു 10 രൂപ ഒരാളോട് നമുക്ക് ഒരു കടം വാങ്ങാതെ നമുക്ക് നല്ല അന്തസ്സോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് RCM ബിസിനസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ RCM ബിസിനസ് അല്ലാതെ വേറെ ഏതൊരു ബിസിനസ് സാധാരണക്കാരൻ ഒരു ഇൻവെസ്റ്റ്മെന്റും അല്ലാതെ ഇത്ര കൂടുതൽ പ്രൊഡക്റ്റ് നമുക്കുള്ള വേറെ ഒരു കമ്പനിയും ഇല്ല. വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. അപ്പൊ ഇതിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് 4 രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലും ഉണ്ട്, ലോകത്തുണ്ട്. അപ്പൊ അതില് റോബർട്ടോ കിയോസാക്കിയുടെ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹം കൃത്യമായി പറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഇനി ഭാവിയിലേക്ക് വരുന്ന നമുക്ക് ചെലവുകളെ നമുക്ക് മറികടക്കാൻ നമുക്ക് ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന RCMലൂടെ അല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം തികയാതെ വരുന്ന ഒരു അവസ്ഥ വരും. തീർച്ചയായിട്ടും ദിനം പ്രതി ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണക്കാരന് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റാത്ത രീതിയിലേക്കാണ് പല ചെലവുകളും വരുന്നത് കാര്യങ്ങൾ. അപ്പൊ അവിടെ നമ്മൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം അല്ലെങ്കിൽ ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഏതൊരു സാധാരണക്കാരനും, ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും നിർബന്ധമായും RCMലൂടെ ഒരു വരുമാനം കിട്ടണം. RCM അല്ലാതെ വേറൊരു ചോയ്സ് ഇവിടെ ഇല്ല. അപ്പൊ നമുക്കറിയാം, ഇതിലിപ്പോ വരുന്ന ഒരാളെ നിർബന്ധമായിട്ടും നമ്മൾ സെമിനാറുകളിൽ കൂട്ടിക്കൊണ്ടുപോയിരിക്കണം. നമ്മൾ പറയുന്നതിലുപരി എന്താണ് പിന്നെ നമുക്ക് ഈ ഒരു സെമിനാറുകളിലൂടെ വിജയിച്ച ആളുകളെ അവരെ കാണിച്ചു കൊടുക്കാനും ഇതിലൂടെ കിട്ടുന്ന വരുമാനം അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കഴിയണമെങ്കിൽ നമുക്ക് സെമിനാറുകളിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോരണം. ഇവരൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതായത് സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങിയിട്ട് എന്താണ് സക്സസ്, അതായത് എന്താണ് സക്സസ് എന്നാണ് അവർ ചോദിച്ചത് ആളുകളോട്. അതിൽ
കുറെ പേര് പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ ആണ്. അതായത് ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് ഒരു ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത്. കുറെ ആളുകൾ പറഞ്ഞത് എന്താണ്? ഗെറ്റ് എ ബെറ്റർ ജോബ്, ഒരു നല്ല ജോലി കിട്ടുക എന്നുള്ളതാണ് ഒരു ജീവിതത്തിലെ സക്സസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറെ ആളുകൾ പറഞ്ഞത് ഹാപ്പി ഫാമിലി, ഒരു കുടുംബ സന്തോഷത്തോടുള്ള ഒരു കുടുംബ ജീവിതം, അതാണ് സക്സസ് എന്ന് പറയുന്നത്. പക്ഷേ അവരെ ആ റിസർച്ചിൽ 52% മുകളിൽ ആളുകൾ പറഞ്ഞത് വെൽത്ത് ക്രിയേഷൻ ആണ് ഒരു ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത്. ഇതൊരു സത്യമായ കാര്യം, പക്ഷെ പലരും അംഗീകരിക്കാൻ, അല്ലെങ്കിൽ അറിയാം പക്ഷെ ആളോട് പറയാൻ, ഞാൻ പണം ഉണ്ടാക്കാനാണ് RCM ചെയ്യുന്നതെന്ന് തുറന്ന് പറയാൻ എന്തോ ഒരു മടി. ഞാൻ RCMൽ വന്നത് പണം സമ്പാദിക്കാനാണ്, RCMലൂടെ മാത്രമേ പണം കിട്ടൂ. അപ്പോൾ ഇത്തരത്തിൽ വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ RCM ചെയ്യുന്നത്. ഇന്ന് വെൽത്ത് ക്രിയേഷൻ ആണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സക്സസ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഹാപ്പി ലൈഫ്, നമ്മൾ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പല ഘടകങ്ങളും വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പണം. അപ്പൊ അത്തരത്തില് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു, അതിപ്പോ ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം, റോബർട്ടോ കിയോസാക്കി, അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അദ്ദേഹം ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്നുള്ള ഒരു പുസ്തകം, ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹം ജനങ്ങളെ 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അതില് ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എംപ്ലോയി. ഇപ്പൊ എംപ്ലോയി കാറ്റഗറിയാണ് ഒന്നാമത്തെ പറഞ്ഞത്. എംപ്ലോയി കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന ആളുകൾ, അതുപോലെ തന്നെ മാസാവസാനം നമുക്ക് ജോലി ചെയ്ത് മാസാവസാനം വരുമാനം കിട്ടുന്ന ആളുകൾ. അപ്പൊ ഈ ഇത്തരത്തിലുള്ള 2 കാറ്റഗറിയാണ് എംപ്ലോയിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതില് നിലവിൽ ഈ ഒരു എംപ്ലോയിക്ക് വരുമാനം കൂട്ടണമെങ്കിൽ, ഇപ്പൊ ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് ആ ജോലിയിൽ നിന്ന് വരുമാനം കൂട്ടണമെങ്കിൽ അയാൾ എക്സ്ട്രാ ടൈം അവർ ജോലി ചെയ്യണം, അല്ലെ? എങ്കിൽ മാത്രമേ തുച്ഛമായ രീതിയിലേക്ക് അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റൂ. അടുത്തതെന്ന് പറഞ്ഞാൽ സെൽഫ് എംപ്ലോയി ആണ്. അപ്പൊ ഇതിൽ ചെറുകിട ബിസിനസ്സുകാർ, അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, വക്കീല്, അങ്ങനെയുള്ള ആളുകളാണ് ഈ ഒരു സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തത് വരുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. അപ്പൊ ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഒരു 100 കണക്കിന് അല്ലെങ്കിൽ 1000 ആളുകൾ അവിടെ ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരുടെ പ്രവൃത്തി മണിക്കൂറുകൾ എടുത്തുകൊണ്ട് പണം സമ്പാദിപ്പിക്കുന്ന ആളുകളാണ് ഈ ബിസിനസ് ഓണേഴ്സ് ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ ഒരു ജോലിയും ചെയ്യുന്നുണ്ടാവില്ല, അത് ബിസിനസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അവർ പക്ഷെ മറ്റുള്ള ആളുകളുടെ ബിസിനസ്സിൽ പണം മുടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പണം മുടക്കി ലാഭം കിട്ടുന്നുണ്ടാവും, ആ ലാഭം അവർ കൊണ്ടുപോകും. അപ്പൊ അത്തരം ആളുകളാണ് ഈ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതില് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് 2ആയിട്ട് കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആളുകളെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്, അല്ലെ? ഇന്ന് അവരെ എടുത്ത് നോക്കുക ആണെങ്കിൽ 95% ആളുകളും ഈ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളാണ്, എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. അപ്പൊ എന്നാൽ സെക്കൻഡ് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ നോക്കൂ, ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ എന്നാൽ അവർ ലോകത്തിൽ പറയുകയാണെങ്കിൽ 5% ആളുകൾ മാത്രമാണ് ഈ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് ആ കാറ്റഗറി പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക സമ്പത്തിന്റെ 95% ഈ പറയുന്ന ബിസിനസ് 5% ബിസിനസ് ഓണേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും ഉൾപ്പെടുന്ന 5%ന്റെ കയ്യിലാണ് ഇന്ന് ലോകത്തിലുള്ള 95% ലോക സമ്പത്തും. അപ്പം നേരെ മറിച്ച് എംപ്ലോയി സെൽഫ് എംപ്ലോയീസ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾ 95% ആളുടെ കയ്യിൽ വെറും 5% സമ്പത്ത് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ റോട്ടിൽ കൂടി ഓടുന്ന പ്രീമിയം വാഹനങ്ങളൊക്കെ എടുത്തു നോക്കൂ, ഒക്കെ ബിസിനസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെ അവരുടേതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ഒരു 95% ആളുടെ കയ്യിലാണെന്ന് പറഞ്ഞു 5% സമ്പത്തുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എംപ്ലോയീസ് സെൽഫ് എംപ്ലോയീസ് കാറ്റഗറിയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ഇൻഡിവിജ്വൽ എഫേർട്ടാണ്, അല്ലെ? അവർ ചെയ്യുന്ന ആ എഫേർട്ട് കൊണ്ടാണ് അവർക്ക് അവിടെ പണമായി മാറുന്നത്, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇപ്പോൾ ഒരു 8 മണിക്കൂർ ജോലി ചെയ്യാതിരിക്കുക, ആ 8 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് അതിന് ആനുപാതികമായിട്ടുള്ള വരുമാനമാണ് അവർക്ക് കിട്ടുന്നത്. ആ വ്യക്തിക്ക് വേണമെങ്കിൽ ആ 8 മണിക്കൂർ എന്നുള്ളത് 10 മണിക്കൂറാക്കാം, 12 മണിക്കൂറാക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വരുമാനം മാത്രം കിട്ടും. മാക്സിമം പോയാൽ ആ ആളുകൾക്ക് 24 hours വർക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ലിമിറ്റഡ് ഇൻകം ആണ് ലഭിക്കുന്നത്. അതായത് സമയത്തിന്
ആനുപാതികമായിട്ടുള്ള വരുമാനം മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് അതിന് പറയുന്നത് നമ്മൾ ആക്റ്റീവ് ഇൻകം എന്നാണ്. അതായത് എപ്പോഴാണ് അവർ ആക്റ്റീവായി നിൽക്കുന്ന സമയങ്ങളിൽ മാത്രം അവർക്ക് വരുമാനം കിട്ടും. അപ്പൊ അതിൽ ആക്റ്റീവ് ഇൻകം ആണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രം കിട്ടുന്നത്. എത്ര കാലം ജോലി ചെയ്യുന്നുവോ അത്ര കാലം മാത്രം വരുമാനം കിട്ടുന്നത്. എന്നാൽ വലതുഭാഗത്തുള്ള ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഈ ഗ്രൂപ്പിൽ പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ടൈം എന്ന് പറയുന്നത് ടീം എഫേർട്ടാണ്. ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ കീഴിൽ ഒരു 1000 ആളുകൾ അവരുടെ 8 മണിക്കൂർ വെച്ചിട്ട് ഒരു ദിവസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വിചാരിക്കൂ. അപ്പൊ നോക്കൂ, 1000 ഇൻറ്റു 8, 8000 പ്രവൃത്തി മണിക്കൂറിന്റെ ബെനിഫിറ്റ് ആണ് ആ 8 മണിക്കൂർ കൊണ്ട് ആ ബിസിനസ് ഓണേഴ്സിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അൺലിമിറ്റഡ് ഇൻകം ആണ്. ഇൻകത്തിന് ലിമിറ്റ് ഇല്ല. അപ്പൊ ലാസ്റ്റ് പോയിന്റ് പാസീവ് ഇൻകം ആണ്. എന്ന് പറഞ്ഞാല് ബിസിനസ് ഓണേഴ്സ് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വരുമാനം നിൽക്കില്ല. കാരണം അവിടെ അയാളുടെ കീഴിൽ 1000-ഓളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ബിസിനസ് ഓണർ അയാൾ അവിടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവിടെ അങ്ങനെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വരുമാനം നിലയ്ക്കാത്തൊരവസ്ഥ, അതാണ് നമ്മൾ പറയുന്ന പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്രയും ആളുടെ പ്രവൃത്തി മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹത്തിന് നിരന്തരമായി വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ സെൽഫ് എംപ്ലോയീസ് വരുന്ന കാറ്റഗറിയിലാണ് അല്ലേ. അപ്പൊ അതായത് നിലവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCM അല്ല, പൊതുവെ നമുക്ക് സമൂഹത്തിൽ കിടന്ന ആളുകളിൽ 95% ഏതാണ് സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. ഇവിടെ നിന്ന് 95% നിന്ന് നിൽക്കുന്ന ഈ ആളുകൾക്ക് ഒരു ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന ഈ വലതുഭാഗത്ത് കാണുന്ന ഗ്രൂപ്പിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സാധാരണക്കാരന് ഇന്നൊരു ബിസിനസ് ഓണർ ആവാനോ ഒരു ഇൻവെസ്റ്റർ ആവണമെങ്കിൽ അവർക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ആവശ്യം വരും, ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത്രയും രൂപ കൊടുത്ത് ഒരു ബിസിനസ് ഓണർ ആവാനോ ഒരു ഇൻവെസ്റ്റർ ആവാനോ പറ്റില്ല. അപ്പോൾ ഇതിൽ റോബർട്ടോ കിയോസാക്കി അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിൽ പറയുന്നുണ്ട്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്നിവ ഇല്ലാതെ ഒരു സാധാരണ വ്യക്തിക്ക് അസാധാരണക്കാരനായി മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് ഒരേ ഒരു വഴിയുള്ളൂ, ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഡയറക്റ്റ് സെല്ലിങ്ങിന് അത്രത്തോളം പ്രാധാന്യം ലോകത്തുണ്ട്. ഒരു ബിസിനസ്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബിസിനസ് ആണ് RCM ബിസിനസ്. ഇന്ന് ഏത് കാറ്റഗറിയിൽ പെടുന്ന ഏത് ആളുകൾ വന്നു കഴിഞ്ഞാലും അവർക്ക് ന്യൂട്രിചാർജ്, വെൽനസ് ആണോ, ഓക്കെ ഉണ്ട്. അവർക്ക് കീസോൾ, ലേഡീസ് ഇന്നവേഴ്സ്, കോസ്മെറ്റിക്സ് വേണോ, ഓക്കെ. നമുക്ക് അഗ്രികൾച്ചർ മേഖല അതുണ്ട്. ഇന്ന് FMCG ആണോ, അതുണ്ട്. പെയിന്റ് വേണോ, അതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി തുറന്ന് അതിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആവാം. കമ്പനിയുടെ വിത്ത് ട്രെയിനിങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കമ്പനി നമുക്ക് ട്രെയിനിങ് തരും. നമ്മളെ ഒരു പക്ക ബിസിനസ്മാൻ ആയിട്ട് നമ്മളെ കമ്പനി വളർത്തിയെടുക്കും. മറ്റെവിടെയും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് RCM ഡയറക്ട് സെല്ലിങ്ങിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നിർഭാഗ്യവശാൽ പലരും ഇത് അനുഭവിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. വന്ന് 1 മാസം 2 മാസം കൊണ്ട് അവർക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഏതോ ഒരു ബിസിനസിനെ പറ്റി അവർ എവിടെയോ കേട്ടിട്ടുണ്ട്. അതാണ് മൈൻഡിൽ വെച്ചുകൊണ്ടാണ് പല ആളുകളും പല നെറ്റ്വർക്കും ചെയ്തിട്ട് അതിലൊക്കെ പരാജയപ്പെട്ട് RCMലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് എന്താണ് ബിസിനസ് എന്ന് നിങ്ങളെ എക്സ്പീരിയൻസ്, നിങ്ങൾ ഏത് നെറ്റ്വർക്ക് ചെയ്ത ആളാണോ, നിങ്ങൾ എന്ത് ചെയ്ത ആളാണോ എന്നുള്ളത് ഇവിടെ ഒരു വിഷയമല്ല. നിങ്ങൾ RCMൽ വന്നിട്ടുണ്ടെങ്കിൽ RCMൽ നിങ്ങളുടെ അപ്ലൈൻ പറയുന്ന കാര്യങ്ങൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ് അപ്ലൈൻ പറയുന്നത് എന്താണോ അത് നടപ്പിൽ വരുത്തുക. അല്ലാതെ നിങ്ങളുടെ മുന്നിലത്തെ എക്സ്പീരിയൻസ് ഇവിടെ അങ്ങനെ ആവശ്യമില്ല. അപ്പൊ അത്തരത്തില് നമുക്ക് RCM നമുക്ക് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇതിന്റെ ഉത്തരം വൈ RCM, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് സാധാരണക്കാരന് കൊണ്ടുപോകാൻ പറ്റിയ, അതായത് ഏതൊരു ഇപ്പൊ സെയിൽസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ സാധാരണക്കാരന്റെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന റേറ്റിലുള്ള ഉൽപ്പന്നങ്ങൾ, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഒരുപാട് ഇന്ത്യയിലുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ അത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ RCM എന്തിനു തെരഞ്ഞെടുക്കണം? ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തിനാണ് RCM തെരഞ്ഞെടുക്കേണ്ടത്? അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിരിക്കണം, സർ RCMലുള്ളത് ഡെയിലി യൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്.
റിപ്പീറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. വിത്തൗട്ട് മോട്ടിവേഷൻ വേണ്ട. ഇവിടെ നിങ്ങൾ റീപർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉപ്പ് തീർന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ട് ബോധ്യപ്പെട്ട അവർ പോയി വാങ്ങും, മുളക് വാങ്ങും, മല്ലി വാങ്ങും. അവിടെ ഒരു മോട്ടിവേഷൻ കാര്യമില്ല. നല്ല ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ റിപ്പീറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ആ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ ഡെയിലി യൂസബിൾ ആയിട്ടുള്ള റിപ്പീറ്റബിൾ ആയിട്ടുള്ള ക്വാളിറ്റി, ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ 550 ഏക്കറിൽ കിടക്കുന്ന നമ്മുടെ സ്വന്തം ഫാക്ടറി, അവിടെ ലാബുകൾ, ഓരോരോ പ്രൊഡക്റ്റും ഇഴ കീറി പരിശോധിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. എങ്ങനെയാണ് നമുക്ക് RCM വിട്ട് കളയാൻ പറ്റുക? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് അറിഞ്ഞ ഈ RCMനെ നമുക്ക് നമ്മളിലൂടെ ഒരുപാട് പേർക്ക് എത്തിക്കാനുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലെ? തിരമാല ശക്തിയായി അടിക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളം നമ്മളൊരു ബക്കറ്റിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ബക്കറ്റിൽ തിരമാല ഉണ്ടാവില്ല. കാരണം ആ വെള്ളത്തിന് ശക്തി കിട്ടുന്നത് എപ്പോഴാണ്? ആ തിരമാലയ്ക്കൊപ്പം നിൽക്കുമ്പോഴാണ്, അല്ലെ? അതേപോലെ തന്നെ ഒരു കൂട്ടായ്മയിൽ നിൽക്കുക. ഇന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഇന്ന് കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ VR ഡയമണ്ട്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ശക്തി വളരെ കുറവാണ് മറ്റുള്ള ആളുകൾക്ക്. ഇന്ന് നോളജ് ബേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന്റെ നോളജ് വളരെ അധികം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒപ്പരം നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊന്ന് ആത്മാർത്ഥമായി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ വിജയിച്ചു കയറാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നത്, അപ്പം ഐ ആം എ പ്രൗഡ് പാർട്ട്ണർ ഓഫ് RCM. നമ്മള് ഉള്ളിലെ ആത്മവിശ്വാസത്തോടെ പറയണം, നമുക്ക് എല്ലാ അഹങ്കാരത്തോടെ പറയാം, ഞാനും ഒരു RCM കാരനാണ്, ഇതിൽ അഭിമാനിക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിൽ ഡയമണ്ട് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, JRCM, ഗുഡ് RCM, താങ്ക് യു. JRCM.